humble start in the year 1994. It was aimed at providing a platform for kindergartners to exhibit their talents, with a prayer song rendered by the little ones of Rajagiri Kindergarten. Kindly rise for the prayer song. Light symbolizes life. Light symbolizes knowledge. On behalf of the management and PTA of Rajagiri Kindergarten, I invite our provincial and manager, Reverend Father Benny Nalkara CMI,
to inaugurate Kids Fest by lighting the lamp and addressing the gathering. To everyone. We are here to be part of the great cultural fest for the kids, the Rajagiri Kids Fest 2024, the flagship program of Rajagiri Kindergarten. We all are experiencing that festive mood here. Almost 2,000 kids are becoming part of this cultural fiesta today, and we are very happy to welcome you all to this fest. Dear kids, you are our motivation and strength for conducting such a mega event. A big hug to the true shining stars of the day. May you all continue to shine brightly now and always. A big round of applause to all the participants. Miss Nithya Marmit, our playback singer. Welcome. Very pretty, the very talented Miss Nithya Marmit to inaugurate our program. Can we have a big round of applause?
entertaining us. Thank you so much for coming over. Over to you, ma'am. Good morning. I can't explain the happiness and the pleasure that I had to come here. And ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ കാർണിവൽ കണ്ടു. And it gave a rush of memories. It's so beautifully done. And ഇതിൻ്റെ പേര് ഞാൻ മാമിനോട് ഷൈനി മാമിനോട് ചോദിക്കായിരുന്നു, കനിബാരു. ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് എല്ലാവർക്കും ആദ്യമേ തന്നെ വലിയൊരു കൈ കൊടുത്തേ. So well planned and beautifully executed. അല്ലേ? കുറച്ചുകൂടെ ഒരു ജോറായിട്ട് കുറച്ചുകൂടെ ഈ ഒരു ദിവസം വന്നതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും നേരിട്ട് കാണാൻ പറ്റിയല്ലോ. ആൻഡ് ഐ ഹോപ്പ് യു ഹാവ് എ blessed day today and have a wonderful time. ഓക്കെ, അപ്പം ഏതാണ് കേൾക്കുന്നത്? ഓക്കെ, ഇവിടെ പ്രത്യേകിച്ചുള്ള പാട്ടുകൾ പാടാം. അത് കഴിഞ്ഞിട്ട് ഗ്രാൻഡ് പേരൻസും ഞാനും ഒരു ഡുവറ്റ് പാടും. ഓക്കെ, വാക്കുകൊണ്ട് മുട്ടക്കിട്ട് വാക്കുകൊണ്ട് മുട്ടക്കിട്ട് തുന്നിയാവിൻ മുന്നിൽ വന്നു നീ കണ്ടത് പ്രിയേ, നീ കണ്ടത് വാക്കുകൊണ്ട് മുട്ടക്കിട്ട് കാറ്റും പോലെ വട്ടം വെച്ച് കണ്ണീരയിൽ മുത്തം വെച്ച് ശ്വാസം മാറി തീ നിറച്ച് കൊണ്ട് മട്ടൽ കേട്ട് തുള്ളിയാവിൻ മുന്നിൽ വന്നു നീ കണ്ടത് പ്രിയേ, നീ കണ്ടത്. ഗ്രാൻഡ് പാരൻസും പാരൻസും റെഡിയാണോ ഈ ഒരു പാട്ട് പാടാൻ?
എന്ത് രസമൊക്കെ പറഞ്ഞു. സ്പെഷ്യലി ഇവിടെ പ്രതിഭയുടെ ഇവിടെ നല്ലോണം അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം വന്നതിൽ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ആൻഡ് കൊച്ചുകുട്ടികൾക്ക് ദിസ് ദ ബെസ്റ്റ് ഏജ് ആൻഡ് ഇറ്റ്സ് സോ ലവ്ലി ടു സീ യു ഹിയർ. ആൻഡ് എന്ത് ക്യൂട്ടാണ് നല്ലൊരു ഡ്രസ്സ് ചെയ്ത് വന്നെങ്കിൽ അറിയോ. അപ്പം ഒരുപാട് സന്തോഷം. ഞാൻ ഒരുപാട് നാളെ ശേഷം കിൻഡർഗാർഡൻ ഞാൻ വന്നിരിക്കുന്നത്. കാരണം എൻ്റെ വീട്ടിലെ കുട്ടികളായിട്ട് അത്രയും ഇൻട്രാക്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ വന്നത് ഒരുപാട് സന്തോഷം. യു ഗിവിംഗ് മീ സോ മച്ച് പോസിറ്റിവിറ്റി, സോ മച്ച് എനർജി ടുഡേ. താങ്ക് യു. We wish you could keep singing and singing and singing. ഞങ്ങൾക്ക് ഒന്നും ആയില്ല അല്ലേ? Once more. പക്ഷെ ഇത്ര പ്രിപ്പയർ ആയിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ കൂടെ മ്യൂസിഷ്യൻസ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു. നമുക്ക് ഫുൾ നമുക്ക് ഡാൻസ് ചെയ്ത് പാടായിരുന്നു. നെക്സ്റ്റ് ടൈം ഓക്കെ. നെക്സ്റ്റ് ടൈം എന്നെ വിളിക്കുമോ? നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ മ്യൂസിഷ്യൻസ് ആയിട്ട് ഞാൻ വന്ന് നമുക്ക് ഡാൻസ് കംപ്ലീറ്റ് പൊളിച്ചെടുക്കാം. റെഡി അല്ലേ? ഇപ്പം ഏത് പാട്ടായിരിക്കുന്നത്? നീക്കുമ്പോൾ മഴയായി. ഓ ചേച്ചി എൻ്റെ വെരി ഫസ്റ്റ് സോങ് ആണ്. ഡെഫിനറ്റ്ലി നീക്കുമ്പോൾ മഴയായി. കൃഷ്ണൻ നമ്മുടെ ബാഹുബലി ഞാൻ കുറെ കാലമായി കാണുന്നത്. ശിവകാമിനെ കാണണം നേരിട്ട് കാണണം എന്ന് ചോദിച്ചിട്ട് കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നു. കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ആ രമ്യ കൃഷ്ണനല്ലേ? അതെ ആണല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഞാൻ ഈ പേര് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു കട്ടപ്പ. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതേ, നിങ്ങൾ നമുക്ക് പോസ്റ്ററിൽ പറഞ്ഞു കൈ നിറയെ സമ്മാനങ്ങൾ തരും, ഫുൾ ഗെയിംസ് ആണ്, ഫണ്ണാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ഈ വന്നിരിക്കുന്നത്. ഒരാളുടെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ഒന്നും ഞാനിവിടെ കാണുന്നില്ല. ഞങ്ങൾ കിഡ്സ് ഒക്കെ ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് ഗിഫ്റ്റും കുറച്ച് എൻജോയ്മെന്റിനൊക്കെ വേണ്ടിയാണ്. നിങ്ങളിത് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാനവിടെ വന്നിട്ട് എന്താ നിങ്ങൾക്ക് പറ്റൂല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓക്കെ. Welcoming Somin on stage. Somin is the one who's going to give you gifts. Gifts ഒക്കെ ready ആണോ? Anyway, നമ്മളൊരു ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇവിടെ ഈ കാർണിവൽ കാനിവാൽ ഫീൽഡിൽ ഫുൾ ഗെയിംസും ഫണ്ടൊക്കെ ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ ആയിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് പരിപാടികളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വരുന്നവർക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാം. ഷൈന പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഇവിടെ ഗിഫ്റ്റ് ഇല്ലാതെ തിരിച്ചു പോകുന്നത്. ഷൈന പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന പ്രോഗ്രാംസ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എനിക്ക് 6 ഗ്രാൻഡ് പാരൻസ് കപ്പിൾസിന് വേണം. 6 പേര്. ഹിന്ദി, പൊട്ട്, കൺമഷി, ലിപ്സ്റ്റിക്, ഐലൈനർ, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് ആണ്. അപ്പൊ നമുക്ക് അങ്കിള് ആന്റിമാരെ എങ്ങനെ കാണാനെന്ന് ആഗ്രഹിക്കുന്നതെന്ന്
സുന്ദരികളാണ് കേട്ടോ. ഇവർക്ക് മേക്കപ്പിന്റെ ആവശ്യമില്ലായിരുന്നില്ല. മേക്കപ്പ് ഇടുമ്പോൾ കൂടുതൽ സുന്ദരിയായെന്നാണ് സംശയം. അവർക്കാണ് ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ വലിയൊരു കൈ. The first prize is sponsored by Adidas Warehouse Store. It's an iron box from QRS. ആദ്യം വരുന്ന 5 മെമ്പേഴ്സ്, ആദ്യം വരുന്ന 5 കുഞ്ഞുങ്ങൾക്കാണ് ഗെയിം. ആദ്യം വരുന്ന 5 പേർക്ക് 5 പേർക്ക് only 5 sorry only 5 Petto sorry. അപ്പോൾ ഇതിന്റെ ബോൾ എടുക്കുക, എന്നിട്ട് കൈ ബാക്കിൽ കെട്ടിയിട്ട് ആ കൊട്ടയിൽ കൊണ്ടിടുക. We have kept 5 കൊട്ടാസ്. അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ബോൾ എടുക്കുക. 1 2 3 go. Sponsored by Johnny Lights. May I please have Dr. Sunil back on stage?
എന്തോ എവിടെയോ ഒരു തകരാറോ മനസ്സിലായേ ഇതിന്റെ അടുത്ത് പോണ ബുദ്ധി അതിന് പോകുന്നില്ല ഒന്ന് പോയിട്ടുണ്ട് 3, 4, 2 ഇവിടെ രണ്ടെണ്ണം കൂടി ബാലൻസ് ഉള്ളൂ. only 2 more here 3 more ഇവിടെ ഒരു രക്ഷയില്ല ചേട്ടാ. ഓക്കെ ഇവിടെ എന്താണ് ഓക്കെ ഹലോ എഴുന്നേക്ക് ഉറങ്ങിപ്പോയോ നേരത്തിലുണ്ട് ചേട്ടാ അതാണ് ഫൈനൽ ജഡ്ജിൽ ഒന്ന് കൈയടിച്ച് ഒന്ന് ഫ്രണ്ടിലോട്ട് ഒരു നിമിഷം നടക്കാം പതുക്കോണി സ്ലോ മോഷൻ തിരിഞ്ഞു ഒരു മിനിറ്റ് ഹോൾഡേണേ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഞാൻ ഇങ്ങനെ പാനായിട്ട് പോയിട്ട് സെറ്റല്ലേ ആന്റി ഡിസിഷൻ എടുക്കാൻ പറ്റി അപ്പൊ ടേൺ റൗണ്ട് ബാക്കിലേക്ക് പോകും. ഇന്ന് നമ്മുടെ ഈ ഒരു സമാപന സമ്മേളനത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്നത് നമുക്കറിയാം. നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിച്ചുമെല്ലാം സിനിമാ മേഖലയിൽ ഇത്രയും നാളും കഴിവുകൊണ്ട് മാത്രം ഈ ഒരു സിനിമാ മേഖലയിൽ നിൽക്കുന്ന ധർമ്മജൻ കൊള്ളാക്കിയാണ്.
ഇത്രയും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ ധർമ്മജൻ മോൾവാടിയെ ഈ ഒരു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിലൂടെ ഞാൻ എല്ലാവരും കാണുന്നില്ല രാജഗിരി സ്കൂൾ എന്ന് പറയുന്നത് അഭിമാനത്തോടുകൂടി കാണുന്ന ഒരു സ്കൂളാണ്. ഇവിടെ ഇരിക്കുന്ന പ്രധാന അധ്യാപകർ, അച്ഛൻ, മിസ്സസ്, ദേവാനന്ദ തുടങ്ങിയുള്ള സമൂഹത്തിലെ വിവിധ മേഖലകളിൽ അവരവരുടേതായ കർമ്മമേഖലകളിൽ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ള എല്ലാവരെയും കൊച്ചുകുട്ടികൾക്കും എല്ലാവരും നല്ല ഒരു ദിനം പ്രശംസിക്കുന്നു. പക്ഷെ ഞാനൊരു കലാകാരനായതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാതെ പോകുന്നതിലും അർത്ഥമില്ല. അതുകൊണ്ടാണ് ഇത് കുട്ടികളുടെ ആഘോഷമാണ്, ചെറിയ കുട്ടികളുടെ കുട്ടികളുടെ ആഘോഷമാണ്. അപ്പോൾ ആഘോഷങ്ങൾ ആഘോഷിക്കേണ്ട പോലെ ആഘോഷിക്കുമ്പോഴാണ് ആഘോഷങ്ങളാണ് അങ്ങനത്തെ ആഘോഷത്തിലാണ് നിങ്ങളും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആ ആഘോഷം ഭംഗിയൊക്കെ ഞാനൊരു എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള മിമിക്രി പ്രോഗ്രാമുകളൊന്നും നടത്താൻ അറിയാൻ പാടില്ലാത്തവരാണ്. അതുകൊണ്ട് ഞാനൊരു സുഹൃത്തിനെയും കൂടി ഞാൻ വിളിച്ചു, 2 പാട്ടൊക്കെ പാടിയിട്ട് കളറാക്കിയിട്ട് പോകാം. അതിന് നിങ്ങൾ ഇവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല എന്നെനിക്ക് മനസ്സിലായി, സംസാരിക്കേണ്ട എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഞാനൊരു സുഹൃത്തിനെ വിളിച്ചാൽ 2 പാട്ടൊക്കെ പാടി കളറാക്കിയാൽ നിങ്ങൾക്ക് സന്തോഷമാവുമോ, സമ്മതിക്കുമോ? പറയേ, സമ്മതമാണോ? അങ്ങനെയാണെങ്കിൽ നല്ലൊരു കല്യാണിച്ചാൽ നമുക്ക് 2-3 നല്ല പാട്ടുകൾ പാടാം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ വിളിക്കുകയാണ്. സുരേഷ് മാഞ്ഞാലി എന്ന് പറയുന്ന ഒരുപാട് വർഷക്കാലമായിട്ട് മിമിക്രി വേദികളിൽ കലാഭവമണിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരാളാണ്, നാടൻ പാട്ടുകൾ പാടുന്ന ഒരാളാണ് സുരേഷ് മാഞ്ഞാലി. ഇവിടെ എവിടെയെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മനമറിയുന്നോട് ഇവളാ കെട്ടോട്, മനമറിയുന്നോട് ഇവളാ കെട്ടോട്, അവർക്കിനി എന്നും പെരുമാറേ അനുഗ്രഹം വേണം പുണ്യാള. നമ്മുടെ പാട്ടെന്നൊക്കെ പറഞ്ഞ അതൊരു ഒന്നര പാട്ടാ അല്ലേ? എല്ലാവരും കൈയടിച്ച് പഠിച്ചു പഠിക്കണ്ടേ? മുമ്പായി കുച്ചാണ്ടി പാണം കത്തണുമാ പഴക പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ, അപ്പം പിറന്നാലോ ഓണം വരുമെന്ന് മെളിനാളായി അച്ഛൻ കൊല്ലി പറയാറുണ്ട്. അത്തായം വേണോടാ നിനക്ക്, അച്ഛനെ വേണോടാ അത്തായം വേണ്ടി നിനക്ക്, എന്റെ അച്ഛന് മാത്രം മതി. Respected Reverend Father Paulus Kirigan CMI, Director Rajagiri Public School and Kindergarten, Mrs. Shaini Saria, Headmistress Rajagiri Kindergarten, distinguished guests, and my dear friend. It gives me immense pleasure to be a part of the Rajagiri Kids Fest 2024 organized today. As you all might know, I am a Rajagirian and feel really proud about it. Kids Fest are joyous occasions where kids participate in lots of events and recognize their hidden talents. When I was a kid, my parents and teachers encouraged me to participate in many events, and I still cherish those happy memories. I hope that all my little friends who participated in the events enjoyed yourself, and a hearty congratulations to all the winners. I would like to thank the management and the PTA of Rajagiri Kindergarten who invited me to join you all today. I am really honored. Thank you. Rajagiri Kids Fest, Kids Fest, Kids Fest. Rajagiri Kids Fest, Kids Fest, Kids Fest. Rajagiri Kids Fest, Kids Fest, Kids Fest. Rajagiri Kids Fest.
West, Kids West, Kids West. ചെറുപ്രായത്തിലെ കുട്ടികൾക്ക് സമ്മാനം ലഭിക്കുക എന്നുള്ളത് ഞാൻ 40 സിനിമകൾ അഭിനയിച്ചു. എനിക്ക് ആകെ കിട്ടിയേക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കോളേജ് പഠിക്കുമ്പോൾ എനിക്ക് സെക്കൻഡ് കിട്ടിയതാണ്. നിങ്ങൾ മത്സരിക്കാനാകെ 2 പേരുണ്ടായിരുന്നു, പ്രൈസ് കിട്ടിയത്. അല്ലാതെ എനിക്ക് ഒരു പ്രൈസ് കിട്ടിയത് ഓർമ്മയില്ല. നമുക്ക് പഠനകാലങ്ങളിൽ ഒരു സോപ്പോട്ടി കേട്ട സമ്മാനം കിട്ടുന്നു. ആ സമ്മാനം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു മത്സരങ്ങളിലും പങ്കെടുത്തിട്ട് ഞാൻ എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുകയും ചെയ്യും. പക്ഷെ ഒരു സമ്മാനം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ആകെ കിട്ടിയ സമ്മാനം കോളേജ് പഠിക്കുമ്പോൾ ഒരു സെക്കൻഡ് പ്രൈസ് കിട്ടിയതാണ്. മത്സരിക്കുമ്പോൾ അയാൾ ഫസ്റ്റ് കിട്ടി, വേറെ ആരും കൊടുക്കാത്തപ്പോൾ എനിക്ക് സെക്കൻഡ് കിട്ടി. പക്ഷെ ഈ കലാപരമായ കാര്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ സമ്മാനങ്ങളും ഇതൊന്നുമല്ല അവരുടെ വേറൊരു കഴിവിലൂടെ വരുന്ന രീതികളുണ്ട്. സിനിമകളോടൊക്കെ എനിക്ക് ഇത്ര പ്രൈസ് കിട്ടിയിട്ടല്ല ഞാൻ മിമിക്രിയിൽ വരേണ്ടതും സീരിയലിൽ വരേണ്ടതും. ഞാൻ എഴുത്തുകാരനാണ്. ഞാൻ ഇവിടെ ഒരു എഴുത്തുകാരനായിരുന്നു. മെഗാ സീരിയലിൽ എഴുതിയിട്ടുള്ള ആളാണ്. അത്യാവശ്യം വായനാശീലമുള്ള. അങ്ങനെ ആ വഴിയാണ് ഞാൻ സിനിമയിലൂടെ കടന്നു വന്നത്. അപ്പോൾ പ്രൈസുകളൊന്നും ഒരു മാനദണ്ഡം മേടിച്ചവരോടും പ്രൈസ് മേടിക്കാത്തവരോടും ഒരേപോലെ ആണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാനങ്ങനെ വന്ന ആളായതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്നേഹമുള്ളവരായിട്ട്, കരുണയുള്ളവരായിട്ട്, സ്വന്തം അടുത്തിരിക്കുന്ന കൂട്ടുകാരോട് നല്ല മനസ്സുള്ളവരായിട്ട് അങ്ങനെ പഠിച്ചു വളരാനാണ് ഞാൻ ഇവിടെയുള്ള കുട്ടികളോട് അഭ്യർത്ഥിക്കുന്നത്, അപേക്ഷിക്കുന്നത്. അങ്ങനെ നല്ല കുട്ടികളായിട്ട് വളർന്നു വന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണമുണ്ടാവും. അത് ഭാവിയിലും നിങ്ങളുടെ അച്ഛനമ്മമാരോടും അത് കാണിക്കും. അപ്പം അതുകൊണ്ട് നല്ല കുട്ടികളായിട്ട് വളരാൻ എല്ലാവിധ സാഹചര്യങ്ങളും ദൈവം ഉണ്ടാക്കി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈസ് കിട്ടിയവരോടും പ്രൈസ് കിട്ടാത്തവരോടും ഒരേപോലെ തന്നെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞാനും പോവുകയാണ്. ഓക്കെ.